ഹലോ ഫ്രണ്ട്സ്, വലിയ പൂപ്പാടം കാണാൻ നമ്മൾ മലയാളികൾക്ക് ഇനി അന്യ സംസ്ഥാനത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ഇങ്ങ് വയനാട് കേണിച്ചേറിലെത്തിയാൽ മതി. ബത്തേരി സ്വദേശികളും ലയൺസ് ക്ലബിലെ സുഹൃത്തുക്കളുമായ 10ഓളം പേരാണ് കേണിച്ചിറയിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. തരിശായിരുന്ന 3.5 ഏക്കറിൽ വിളഞ്ഞിരിക്കുന്ന മഞ്ഞ, ഓറഞ്ച് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയുടെയും ദൃശ്യ മനോഹര കാഴ്ച കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. 37,000 ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെ നട്ടത്. ഒരേക്കറിൽ സൂര്യകാന്തിയുമുണ്ട്. മഞ്ഞ ചെണ്ടുമല്ലിയാണ് കൂടുതലുള്ളത്. ഓണവിപണിയാണ് ഇവരുടെ ലക്ഷ്യം, ഒപ്പം ഫാം ടൂറിസവും. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇവർ തന്നെ പറയട്ടെ. നമസ്കാരം. ബത്തേരി ടൗൺ ലയൺസ് ക്ലബിലെ ഒരു 11ഓളം യുവാക്കൾ ചേർന്നിട്ട് ഇവിടെ ചെണ്ടുമല്ലിയും അതുപോലെ സൂര്യകാന്തിയും കൃഷി ചെയ്തിരിക്കുകയാണ്. ഏകദേശം 37,000-ഓളം തൈകളാണ് ഞങ്ങളിവിടെ നട്ടത്. വെറും 2 മാസത്തിനുള്ളിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഈ ചെണ്ടുമല്ലിപ്പാടം ഇവിടെ വിരിച്ചെടുക്കാൻ സാധിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന യുവാക്കൾ, കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ 10-11ഓളം ബിസിനസ്സുകാർ ചേർന്നിട്ട് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞത്. എന്തായാലും ഇത് വളരെ ലാഭകരമായിട്ട് തന്നെയാണ് പോകുന്നത്. കനത്ത മഴയുണ്ടായിട്ട് പല പ്രതിസന്ധികളുണ്ടായിട്ട് പോലും വളരെ മനോഹരമായ രീതിയിൽ ചെണ്ടുമല്ലിത്തോട്ടം വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരുപാട് യുവാക്കൾ ഇതുപോലെയുള്ള കൃഷികളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. തുടർന്നും മറ്റു തരത്തിലുള്ള പലതരം കൃഷികളിലേക്ക് ഈ സ്ഥലം ഉപയോഗിക്കാനും ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളുടെ ഈ കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ ആദ്യ വാരത്തിൽ ഞങ്ങൾ ഗുണ്ടൽപേട്ടയിൽ പോയി തൈ ബുക്ക് അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഏകദേശം 15 ദിവസം പ്രായമായ ഹൈബ്രിഡ് തൈകളാണ് ഞങ്ങൾ വാങ്ങിയത്. ഏകദേശം 2 രൂപ 50 പൈസ നിരക്കിലാണ് ഞങ്ങൾ ഏകദേശം 37,000 തൈകൾ ഇവിടത്തേക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾ നട്ട പാടുണ്ടായ കനത്ത മഴ ഞങ്ങൾക്ക് ഉടനെ വളം ചെയ്യാനൊന്നും പെട്ടെന്ന് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ പിന്നീട് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്കത് കൃത്യമായി ഓണ സമയത്ത് തന്നെ ആ വിളവെടുപ്പിൽ എത്തിക്കാൻ വേണ്ടി അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ട് ഞങ്ങൾ. എന്തായാലും പൂവിന് ഏകദേശം വേണ്ടത് ഒരു 60 ദിവസമാണ് ഇതിന് കാലാവധി ഉള്ളൂ. ഞാൻ പറയുന്നത് കൂടുതൽ കർഷകർ ഇതേപോലത്തെ വെറൈറ്റി കൃഷിയിലോട്ട് വന്ന് നമ്മുടെ ടൂറിസം പുരോഗമിക്കണം, അതോടൊപ്പം കർഷകർക്കും ഒരു വരുമാനം കിട്ടുന്ന പരിപാടികളിലോട്ട് വരണം. പിന്നെ ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവിൽ കൃഷി വകുപ്പിൻ്റെ ഔട്ട്ലെറ്റുകൾ 9-ാം തീയതിക്ക് ശേഷം അവർ ആരംഭിക്കുമ്പോൾ നമ്മളോട് അതിനകത്ത് അവർ സ്റ്റാൾ ഇടാൻ വേണ്ടി അനുവാദം തന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ബത്തേരിയിലും കേണിച്ചിറയിലും സ്വന്തമായ സ്റ്റാളുകൾ ഇട്ട് നേരിട്ട് വില കുറച്ച് വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്, നമ്മൾക്ക് മാനസികമായ സന്തോഷവും ചെറിയ വരുമാനവും മാത്രമാണ് ഇത് നമ്മുടെ ലക്ഷ്യം. സൂര്യകാന്തി ഏകദേശം 1 ഏക്കറിന് അടുത്താണ് ചെയ്തത്. ഇത് 3.45. ശരിക്കും പറഞ്ഞാൽ വിൽപ്പന എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്കറിയാം വളരെയധികം ആളുകൾ ഇന്ന് ഗുണ്ടൽപേട്ടയും മറ്റു സ്ഥലങ്ങളിലുമാണ് ഈ ഒരു പൂന്തോട്ടം കാണാൻ വേണ്ടി പോകുന്നത്. അതിന് ഒരു ബദലായിട്ട് നമുക്ക് വയനാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഉരുൾപൊട്ടൽ മൂലം ടൂറിസം വളരെയധികം ഒരു ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ വയനാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ കൂടി ഈ ഒരു പൂപ്പാടം ഞങ്ങളെയും അതുപോലെ തന്നെ വയനാട്ടിനെയും സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് ഈ ഒരു അവസരം. എല്ലാവർക്കും ചെണ്ടുമല്ലിപ്പാടത്തിന്റെ ഓണാശംസകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പൂപ്പാടത്തിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.